ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവട്ടെ. നമ്മളിന്ന് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുകയാണ്. അതായത് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ തിരുവാതിര പുഴുക്കെന്ന് പറയുന്നു. ഒരു എരിശ്ശേരിയോട് സിമിലറായിട്ടുള്ള ഒരു ഐറ്റമാണ്. റൂട്ട് വെജിറ്റബിൾ കൂടുതൽ ചേർത്ത കായ എന്താണോ വെജിറ്റബിൾ അവൈലബിൾ അതെല്ലാം ചേർത്തുള്ള പോഷകസമൃദ്ധമായ ഒരു ഐറ്റമാണ് അത്. വ്രതത്തിന് ശേഷം അല്ലെങ്കിൽ വ്രതത്തിന് മുന്നേ വ്രതത്തോടു കൂടി കഴിക്കുന്ന ഒരു പഴയ തലമുറയിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ഈ പുഴുക്ക്. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പോഷകസമൃദ്ധമാണ്. പ്രോട്ടീന്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടിയ നമ്മൾ റൈസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിക്കേണ്ട നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഫ്രഷ് കോക്കനട്ട് നമ്മൾ താളിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായ എണ്ണകളൊന്നും അതിൽ ചേരുന്നില്ല. നമ്മൾ അവിയലിൻ്റെ പോലെ വെളിച്ചെണ്ണ വെറുതെ ഒഴുക്കിയാണ്. അതുപോലെ ജീരകം, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നമ്മൾ അല്പം പെപ്പറൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൂട്ട് വെജിറ്റബിൾ നമുക്ക് കാണാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരു ധനുമാസത്തിലെ തിരുവാതിര ആശംസകൾ. ഈ വെജിറ്റബിളാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ്, ചേന, പച്ചക്കായ, കാച്ചിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാച്ചിൽ പലതരത്തിലുള്ള കാച്ചിലുണ്ട്. നമ്മളൊരു കളർ ചേഞ്ചുള്ള ഒരു ബ്രൗൺ കളറുള്ള ഒരു കാച്ചിലുണ്ട്. അതുപോലെ ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇതാണ് ഞങ്ങളിവിടെ ചെറുകിഴങ്ങെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കൂർക്ക, പിന്നെ കണ്ടിച്ചേമ്പ്, വലിയ ചേമ്പ്, ചേന, യാമ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പിന്നെ നമ്മൾ പയറുവർഗ്ഗങ്ങളാണ് ചേർക്കുക. നിങ്ങൾക്ക് മുതിര ചേർക്കാം, പയർ ചേർക്കാം, കടല ചേർക്കാം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു വേണ്ട കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മിനറൽസൊക്കെ കിട്ടാവുന്ന തരത്തിൽ ഒരു ബാലൻസ് ചെയ്ത ഫുഡാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് അല്ലെങ്കിൽ പുഴുക്ക്. എരിശ്ശേരിയോട് സിമിലറായിട്ട്, പക്ഷേ എരിശ്ശേരി പോലെ ലൂസല്ല, അല്പം ടൈറ്റായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ചെത്തി വേവിക്കാൻ വയ്ക്കാം. ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് തേങ്ങ വേണം. അതുപോലെ കുതിർത്ത് വെച്ച പയർ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതിനോടൊന്ന് നന്നായി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വേവാനുള്ള സമയം എടുത്ത് നമ്മൾ വലിപ്പം ചെറുപ്പത്തിൽ എടുക്കണം. ഒന്നും ഉടഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഒരേപോലെ യൂണിറ്റിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കുതിർത്ത് വെച്ചാൽ ഒരു 8 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയർവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കുക്കാവും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് ഞാൻ ഇതിൽ മുതിര എടുത്തിട്ടുണ്ട്, പയർ എടുത്തിട്ടുണ്ട്, കടല എടുത്തിട്ടുണ്ട്. ബ്രൗൺ കടലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മുന്നേ കാണിച്ചു തന്ന വെജിറ്റബിൾ. നമുക്കിത് ചെറുതാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാം. ചേമ്പ്, ചേന, കുത്തികിഴങ്ങ്, ചെറുകിഴങ്ങ്, കായ, പച്ചക്കായ, മധുരക്കിഴങ്ങ്, കൂർക്ക ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് എടുക്കണം, നമ്മൾ കാണിച്ച അത്ര എടുക്കണമെന്നില്ല. ഇത് ചെറിയ പീസുകളാക്കി നമ്മളെടുത്തിട്ട് മുതിരയും കടലയും വൻപയറെന്ന് പറയില്ലേ, അത് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഉണ്ടാവും. അതിൽ നമ്മൾ ഇതിട്ട് കുക്കറിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പുഴുക്കിന് വേണ്ട വെജിറ്റബിളെല്ലാം കുത്തികിഴങ്ങ്, അതുപോലെ ചെറുകിഴങ്ങ്, റൂട്ട് വെജിറ്റബിളും പ്ലസ് അതുപോലെ കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണോ അവൈലബിൾ എല്ലാം ചേർക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം അത് നമ്മുടെ മീൽ കൂടുതൽ റിച്ച് ആവാനും കൂടുതൽ ടേസ്റ്റ് ആവാനും ഗുണം ചെയ്യാനും ഉപകാരപ്പെടും. പഴയ കാലത്തെ ഒരു ഫുഡാണെങ്കിലും കൂടുതൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കൊണ്ട് ഒരു മീലായിട്ട് നമ്മൾ വല്ല കട്ടൻ ചായയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് തിരുവാതിര പുഴുക്ക് അല്ലെങ്കിൽ റൂട്ട് വെജിറ്റബിൾ, ബോയിൽഡ് റൂട്ട് വെജിറ്റബിൾ. അധികം ചേരുവകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് അതിന് വേണ്ട തേങ്ങ എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ ടേസ്റ്റ് ആവും. ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അത് കാരണം നമ്മൾ വേണ്ടത് തേങ്ങയാണ്. ഞാൻ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 1/2 കിലോ വെജിറ്റബിൾ നമുക്കുള്ളത്. അതിൽ ഇതിൽ ഗ്രീൻ ചില്ലി, വീട്ടിലുള്ള കാന്താരി എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. 1/2 മുറി തേങ്ങ. ഇത് നമ്മൾ തിരുവാതിരയുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഇതൊന്നും ചേർക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത്രയാണ് നമ്മൾ ചേർക്കണം. ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ ഒക്കെ ഉള്ളവർക്ക് കുരുമുളക് ചേർത്താൽ നല്ലതെന്നാണ് പറയും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന
എന്താ പറയുക റൂട്ട് വെജിറ്റബിളിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പയർവർഗ്ഗങ്ങളൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് 6-7 മണിക്കൂർ സോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അര സ്പൂണ് ജീരകം കൂടി, ചെറുജീരകമാണ് കേട്ടോ, അത് ഇടണുണ്ട്. ഇത്രേ വേണ്ടു നമുക്ക്. പ്രത്യേകിച്ച് വേറെ മസാലയൊന്നുമില്ല. ചില്ലി പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല. പച്ചമുളക്, ജീരകം, കുറച്ച് കുരുമുളക്, ഇത്രേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അല്പം വെള്ളം നമുക്ക് ചേർക്കാം, അധികം ആവായിട്ട് തീരുന്നാൽ മതി. അരപ്പ് റെഡി ആയിട്ട് കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, എന്നിരുന്നാലും ചതച്ചിട്ടിക്കല്ല കേട്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ബോയിൽ ചെയ്ത് ഇത് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ചേർക്കണം അരപ്പ്. കുക്കറിൽ നമ്മൾ പരിപ്പൊക്കെ നമ്മുടെ എന്താ പറയുക, പയർ, മുതിര എല്ലാം നന്നായിട്ട് അടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ 8 മണിക്കൂറൊന്നും കുതിർത്തില്ല കേട്ടോ, 4 മണിക്കൂർ മാത്രമേ കുതിർത്തുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ഇട്ടെ, പക്ഷേ 3 വേവാണ്. പക്ഷേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണത് കൊണ്ട് അല്പം കൂടിയാലും കുഴപ്പമില്ലല്ലോ. എത്രയോ സോഫ്റ്റ് ആയി അത്ര നല്ലതാണ്. ഗ്യാസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കുതിർത്ത് ഉപയോഗിക്കുന്നത് നല്ലതെന്നും പറയുന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമ്മൾ ഇതിൽ നമ്മുടെ റൂട്ട് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് ഉണ്ടല്ലോ ക്യൂബൊക്കെ, അതൊക്കെ അതിൽ ചേർക്കാം. നന്നായിട്ട് കഴുകണം കേട്ടോ, റൂട്ട് വെജിറ്റബിളല്ലേ, നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് കുറച്ച് കല്ലുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ ഇതുപോലെ ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. കുക്കർ ഏകദേശം അധികം അടിക്കുമ്പോഴില്ല, 1-2 അടി വേണ്ടു കേട്ടോ. ആ സെയിം നമ്മുടെ പയറൊക്കെ ബോയിൽ ചെയ്ത് ആ വെള്ളത്തിൽ തന്നെ ഇത് ഉപയോഗിക്കുക. പുഴുക്ക് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ അരപ്പ് ചേർത്ത് ഒന്ന് കൂടി ട്രൈ ചെയ്യാം. കുഴഞ്ഞ മട്ടിലുള്ളതായിരിക്കും പുഴുക്ക്. തേങ്ങ ആദ്യം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡ്രൈ ആയി കാണും. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറയും. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഊറ്റി കളയായിരുന്നു, നിങ്ങൾക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരു സൂപ്പ് പോലെ അല്ലേ, ഹെൽത്തിയാണ് എല്ലാത്തിൻ്റെ ഒരു അച്ചാഷൻ. ഇത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം. തേങ്ങ നമ്മൾ അന്ന് തന്നെയാണല്ലോ ഉണ്ടാക്കി, അന്ന് തന്നെ ഉപയോഗിക്കല്ലോ. അപ്പോൾ തേങ്ങ ഒത്തിരി കാവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അവിടെ പുഴുക്ക് റെഡിയാണ്. ഇനി ഇതിൽ കുറച്ച് സാധനം കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് വേപ്പില നമുക്ക് ഇടാം കേട്ടോ. വേപ്പില ഒഴിച്ച് താളിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നല്ല വെളിച്ചെണ്ണ കഴിക്കുക. ഒരു ഹെൽത്തി ഡയറ്റും കൂടിയാണ് കേട്ടോ അത്. തീർച്ചയായും വളരെ ഉണ്ടാക്കി നോക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു സ്നാക്സോ ഒരു മെയിൻ മീലായിട്ടോ കഴിക്കാം കേട്ടോ. റൈസൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിക്കാവുന്ന രീതിയിലായിരിക്കും. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് ആക്കാം. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി വെച്ച് പുഴുക്കുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു. സജീസ് ഫ്ലേവർ ടൈം. ബൈ.